ഹായ്, ഞാൻ ഇന്ന് അല്പം കൂട്ടാൻ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. ഞാൻ ഓർഡറിന് കൂട്ടാൻ ഉണ്ടാക്കുന്നത് കാണിച്ചുകൊണ്ട് വീഡിയോ പിടിക്കാമെന്ന് കേട്ടോ. ഇന്ന് പാവയ്ക്കും പയറും കൂടെ മെഴുക്കുപുരട്ടി വെക്കാൻ പോവുകയാണ്. മെഴുക്കുപുരട്ടി എന്നാണ് ഞങ്ങളിവിടെ കൊല്ലം സൈഡിലൊക്കെ പറയുന്നത്. ചില സ്ഥലത്തൊക്കെ ഇതിനെ ഉപ്പേരി എന്ന് പറയും അല്ലേ. ഉപ്പേരി എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഞങ്ങളിവിടെ മെഴുക്കുപുരട്ടി എന്നാണ് പറയുന്നത് കേട്ടോ. കൊല്ലം, തിരുവനന്തപുരമൊക്കെ മെഴുക്കുപുരട്ടി. പാവയ്ക്കും പയറും കൂടെ ചേർത്ത് വെക്കാമെന്ന് കരുതി. പാവയ്ക്ക മാത്രം വെച്ചാലും നന്നായിരിക്കും, പക്ഷേ കഴിക്കുന്നത് കൊണ്ട് കുറച്ച് പയറും കൂടെ ഇടാമെന്ന് വെച്ച് കരുതി. നല്ലതായിരിക്കും. പാവയ്ക്കും പയറും കൂടെ വെക്കാറുണ്ടല്ലോ. വീട്ടമ്മമാരുടെ പണി തീരത്തില്ല കേട്ടോ. എന്നിട്ട് എല്ലാവരും ചോദിക്കും, വീട്ടമ്മമാർക്ക് എന്താ പണി, ഇവിടെ എന്തുവാ, നിനക്കെന്തോ ഇവിടെ ഇത്ര ജോലി എന്ന് ചോദിക്കും. നമുക്കല്ലേ ജോലിയുള്ളൂ, അവർക്കാർക്കും അധികം ജോലിയില്ലെന്നാണ് ഞാൻ നോക്കിയിട്ട് കാണുന്നത്. എല്ലാവരെക്കാളും ഏറ്റവും മുമ്പ് എണീക്കുന്നവരാ വീട്ടമ്മയാണ്. എല്ലാവരെക്കാളും ഏറ്റവും താമസം ഉറങ്ങുന്നവരാ വീട്ടിലുള്ള സ്ത്രീകളായിരിക്കും. അതിന് ഉദ്യോഗസ്ഥരായാലും വീട്ടമ്മമാരായാലും എല്ലാവരുടെയും അവസ്ഥ ഒന്ന് തന്നെയാണ്. വീട്ടമ്മമാരെ വില കുറച്ച് കാണുന്ന ആൾക്കാരോട് ഞാൻ പറയാനുള്ളത്, ഇവരൊരു ദിവസം ഒന്ന് പണി കൊടുക്കട്ടെ, അപ്പോഴറിയാം പണി എന്നുള്ളത്. അതിപ്പം ഉദ്യോഗസ്ഥര ആയ വീട്ടമ്മയായാലും വേറെ ജോലി ഇല്ലാതെ നിൽക്കുന്ന വീട്ടമ്മയ്ക്കായാലും ഇത് തന്നെ അവസ്ഥ. നമ്മൾ ഒരു ദിവസം ഒന്നും പണി മുടക്കി അല്ലെങ്കിൽ നാളെ ഒരു ദിവസം നമ്മളൊരു സ്ഥലത്ത് പോകണമെങ്കിലോ ഒക്കെ നമ്മളെന്താ ചെയ്യുന്നത്, എല്ലാം ചെയ്ത് നാളത്തേക്കുള്ള രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൽ എന്തൊക്കെയാണ് ആലോചിച്ച് കണ്ടെത്തി വേണം നമ്മൾ പിറ്റേ ദിവസം ഏതെങ്കിലും സ്ഥലത്ത് പോകണമെങ്കിൽ. ഭർത്താവിന് ഇഷ്ടമുള്ളത് ഉണ്ടാക്കണം, മക്കൾക്ക് എന്താ ഇഷ്ടമെന്ന് വെച്ചാൽ അത് ഉണ്ടാക്കി വെക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ ആരും അറിയുന്നില്ല അമ്മമാരെന്തൊക്കെയാണ് ചെയ്യുന്നു എന്നുള്ളത്. എന്തെങ്കിലും ഒരു കാര്യം വരുമ്പോൾ അമ്മമാർക്ക് വയ്യാതെ വരുമ്പോഴാണ് ഇവരൊക്കെ പഠിക്കാൻ പോകുന്നത്. ഇത്രയും നാളും വീട്ടിൽ നിനക്ക് എപ്പോൾ നോക്കിയാലും ഒന്നും ചോദിക്കും, എന്തുവാ എപ്പോഴും ഈ പണി എന്ന് ചോദിക്കും. അല്ലെങ്കിൽ ചോദിക്കും, നിനക്ക് എപ്പോൾ നോക്കിയാലും ജോലിയാണ്, ജോലി തീരത്തില്ല എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഒരുപാട് ഉപകരണങ്ങളൊക്കെ വന്നിട്ടുള്ളത് കൊണ്ട് കുറച്ച് ആശ്വാസം ഉണ്ടെന്നല്ലാതെ ജോലിക്കൊന്നും വലിയ കുറവൊന്നുമില്ല. ഉണ്ടോ? ഇല്ല. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. നിങ്ങളൊക്കെ എന്തൊക്കെയാണ് അഭിപ്രായം? ഇപ്പോൾ പെട്ടെന്ന് തീർക്കാം, അടുക്കളപ്പണി പെട്ടെന്ന് തീർക്കാം. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ തൂത്തുവാരണം, പിന്നെ തുടയ്ക്കണം, പിന്നെ ഗ്യാസ് തുടയ്ക്കണം, പിന്നെ ഫ്രിഡ്ജ് തുടയ്ക്കണം, തുണി കഴുകാനുണ്ടെങ്കിൽ കഴുകണം, പിന്നെ എല്ലാം ചെയ്ത് വരുമ്പോൾ എന്താ എപ്പോഴും പണിയാണ്. പക്ഷേ ഈ പണിക്കൊന്നൊരു ആൾക്ക് ഒരു വിലയില്ല. അതാണ് എൻ്റെ രസം. കാണാനില്ല എന്തോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒന്നുമില്ല. അപ്പോൾ ഞാൻ പറയാം, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അത് തലേന്നേ ആലോചിക്കണം, നാളെ എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ടേന്ന് ആലോചിക്കണം. അത് കഴിഞ്ഞ് അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ പിന്നെന്താ ഉച്ചക്കലത്തേക്ക് ഊണിന് അതും ആലോചിക്കുക. അത് തലേന്നേ ആലോചിച്ച് വെച്ചാൽ കുറച്ച് കൂട്ടാനൊക്കെ നമുക്ക് തലേന്നേ അരിഞ്ഞ് വെക്കാം, കുറച്ചുകൂടി എളുപ്പം ജോലി തീർക്കാം. പിന്നെ അത് കഴിഞ്ഞ് 4 മണി പലഹാരം, അത് കഴിഞ്ഞാൽ പിന്നെ രാത്രിയിലേക്ക് അത് ഉച്ചക്കലത്തെ കൂട്ടാനൊന്നും രാത്രി കഴിക്കാത്ത ആൾക്കാരുണ്ട്. വൈകിട്ട് വേറെ ഫ്രഷ് വേണം. ഇല്ലെങ്കിൽ അതിന് വേറെ ചപ്പാത്തിയോ അതിന് കറി, അല്ലെങ്കിൽ കഞ്ഞിക്ക് കറി, അല്ലെങ്കിൽ ചോറാണെങ്കിൽ ചോറിന് വേറെ ഒരു കറി, ഇങ്ങനെയൊക്കെ കഴിക്കുന്നവരുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഒരു തലമുറയിലുള്ള ആൾക്കാർക്കാണ് ഇത്രയും കൂടുതൽ നിർബന്ധങ്ങളൊക്കെ കേട്ടോ. ഇപ്പോൾ ഉള്ള പാവം ചെറുക്കന്മാർക്ക് പിള്ളേർക്കൊന്നും അത്രയ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് ഈ കുട്ടികൾ, ഇപ്പോഴത്തെ കുട്ടികളൊക്കെ കല്യാണം കഴിച്ചിട്ട് വന്നാൽ അവർ കൂടെ ചേർന്ന് സഹായിക്കുകയും തേങ്ങ തിരുമ്മി കൊടുക്കുകയും ഒക്കെ ചെയ്യും. അല്ലെങ്കിൽ രണ്ടുപേർക്കും കൂടെ ജോലിക്ക് പോകാൻ പറ്റത്തില്ല, രണ്ടുപേർക്ക് സമയത്ത് ആഹാരം കഴിക്കാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെ ഉണ്ട് കുട്ടികൾ. പെൺകുട്ടികളും ഇപ്പോൾ അങ്ങനെ നമ്മുടെ തലമുറയിലെ ആൾക്കാരാണെങ്കിൽ കിടന്ന് ജോലി ചെയ്യത്തൊന്നുമില്ല. അവരവിടെ ഇരിക്കും, മൊബൈലൊക്കെ കുത്തിയിരിക്കും. അവനും ഈ പുള്ളിയും കൂടെ വന്ന് സഹായിക്കുകയാണെങ്കിൽ മാത്രമേ അവരും ചെയ്യത്തുള്ളൂ. ഇത് ഞങ്ങളുടെ തലമുറയിൽപ്പെട്ടവർക്കൊക്കെ നല്ല പിടിപ്പത് പണിയാണ്. അതുപോലെ തന്നെ ആഹാരം കഴിച്ചാൽ എല്ലാവരും പാത്രം കഴുകി വെക്കില്ല. ആണുങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് പോവും, അതെല്ലാം കഴുകണം. ചുരുക്കം എന്തിനാ പറയുന്നത്, എല്ലാം ജോലിയാണ്. പിന്നെ നമുക്കതൊരു വിഷമമായിട്ട് തോന്നാറില്ല. അതാണ് വേറൊരു രസം. നമ്മളതൊക്കെ നമ്മുടെ ജീവിതത്തിലൊരു ചെയ്യേണ്ട കാര്യങ്ങളാണ് എന്ന് വിചാരിച്ച് നമ്മളങ്ങ് ചെയ്യുക. കടമകൾ നിർവഹിച്ചുകൊണ്ടേയിരിക്കുക. നമ്മുടെ ഒരു ആഗ്രഹങ്ങളോ ഇഷ്ടങ്ങളോ ഒന്നും നമ്മൾ നോക്കാറില്ല. നമുക്ക് ഇഷ്ടമുള്ള കറി വേണമെന്നോ ഒന്നും നമ്മൾ ചിന്തിക്കാറില്ല. എല്ലാം മക്കൾക്ക് എന്തായിരിക്കും ഇഷ്ടം അത് നോക്കും, അല്ലെങ്കിൽ അച്ഛൻ എന്താ ഇഷ്ടം അത് നോക്കും. അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിനൊരു കറി വെക്കണമെന്നൊന്നും നമ്മൾ ചിന്തിക്കാറുമില്ല. ചിന്തിച്ചാൽ ഒട്ടും നടക്കത്തുമില്ല. ഇത്രയും കറികൾ വെക്കുന്നതിനിടയ്ക്ക് ഇനി നമ്മുടെ ഇഷ്ടത്തിനുള്ള കറിയും കൂടെ വെക്കണമെന്ന് നമ്മൾ ചിന്തിക്കാറില്ല. കാര്യം എന്തൊക്കെ പറഞ്ഞാലും വീട്ടിൽ സ്ത്രീകളില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ അമ്മമാർ ചെയ്യുന്ന കണക്ക് എന്തായാലും
അച്ഛന്മാരോ വേറെ ആരും വിചാരിച്ചാലൊന്നും അത് നടക്കത്തില്ല. സ്ത്രീകളാണല്ലോ വീട്ടിലെ വിളക്ക്. അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് ഒന്നും വരാതെ നോക്കുക എന്നുള്ളതാണ് പ്രധാനം. സ്ത്രീകൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആ വീട് താളം തെറ്റും, അത് യാതൊരു സംശയമില്ല. അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു അസുഖമോ അല്ലെങ്കിൽ അമ്മ മരിച്ചു പോവുകയോ അമ്മയ്ക്ക് വയ്യാഴികയോ എന്തെങ്കിലും ഒരു കിടപ്പ് രോഗിയോ എന്തെങ്കിലും ആയിപ്പോയാൽ പിന്നെ ആ വീട് ഒരുവിധം താളം തെറ്റിയ ഒരവസ്ഥയിലോട്ട് പോകും, അത് യാതൊരു സംശയമില്ല. പിന്നെ ഇപ്പം പിന്നെ കടയിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കാം എന്നൊക്കെ ഉണ്ട്. എങ്കിലും അമ്മമാരുടെ കണക്ക് രാവിലെ മുതലേ അത് എന്തൊക്കെ ഉണ്ടാക്കണം എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ആലോചിച്ച് അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചെയ്ത് അത് അവർ വരുന്നത് നോക്കിയിരുന്ന് കൊടുത്ത് അങ്ങനെ ഉണ്ടല്ലോ നമുക്ക്. ഓരോരുത്തർ ഇപ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ച് കഴിക്കുകയാണെങ്കിൽ അപൂർവമായിട്ടാണ് ചിലപ്പോൾ ഒന്നിച്ച് കഴിക്കാൻ കിട്ടും. അല്ലെങ്കിൽ ഓരോരുത്തർ വരുന്നത് അല്ലെങ്കിൽ രാവിലെ കൊടുത്തു വിടേണ്ടവരങ്ങനെ സ്കൂളിൽ പോകുന്നവർക്ക് കൊടുത്തു വിടണം, ഓഫീസിൽ പോകുന്നവർക്ക് കൊടുത്തു വിടണം, അങ്ങനെയൊക്കെയാണ്. അങ്ങനെ നമുക്ക് റെസ്റ്റ് കിട്ടാൻ കുറച്ച് സമയമൊക്കെ റെസ്റ്റ് നമ്മൾ കമ്പൽസറി അങ്ങ് എടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഒരു ജോലി കഴിയുമ്പോൾ അടുത്ത ജോലി. ഉച്ചയ്ക്ക് ചോറിൻ്റെ ഇതെല്ലാം കഴിഞ്ഞ് എല്ലാം കഴുകി ഗ്യാസും കഴുകി എല്ലാം കഴിഞ്ഞ് ഒന്ന് കിടക്കും. അല്പസമയം ഒന്ന് റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഉടനെ 4 മണി ആയി. പിന്നെ 4 മണി പലഹാരമായി. 4 മണിക്ക് എന്തൊക്കെ ഉണ്ടാക്കുക എന്നുള്ളത് അത് കഴിഞ്ഞ് അതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ആ പാത്രങ്ങളെല്ലാം കഴുകി വെക്കണം. അത് കഴിഞ്ഞ് ഉടനെ രാത്രിയായി. പിന്നെ നാളത്തേക്ക് അരി ആട്ടണമെങ്കിൽ അതൊക്കെ ആട്ടുക, മുറ്റം തൂക്കുക, തൂത്തുവാരുക, വിളക്കിനൊരുക്കുക. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ രാത്രിയായി. രാത്രിയിൽ ഉടനെ ഫുഡ് അതിൻ്റെ ഓരോരുത്തരുടെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്താണ് ഞങ്ങളുടെ തലമുറക്കാരുടെ കാര്യമാണ് ഞാനീ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു പുതിയ ന്യൂ ജനറേഷൻ കുട്ടികൾക്ക് ഇത്രയും ബുദ്ധിമുട്ടില്ല. അവർ 2 പേരും കൂടെ ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അവർ 2 പേരും കൂടെ ചേർന്നുണ്ടാക്കും, അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങി കഴിക്കും, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വല്ല റെഡിമെയ്ഡ് ചപ്പാത്തിയോ എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വന്ന് അത് കഴിക്കും, അല്ലെങ്കിൽ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്ത് വരുത്തും. അതുകൊണ്ട് ആ കുട്ടികൾക്ക് കുറച്ച് രക്ഷ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ തലമുറയിൽപ്പെട്ട ആൾക്കാരാണ് ഇപ്പോഴും ഈ കിടന്ന് ഓടി ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതൊന്നും നമ്മൾ വലിയ ഒരു ബുദ്ധിമുട്ടായിട്ട് എടുക്കാതിരുന്നാൽ മതി. അത് നമ്മുടെ ഒരു ജീവിതത്തിലൊരു ഭാഗമായിട്ട് നമ്മൾ കാണുക, അതുപോലെ അങ്ങ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അതിൽ ഒരു സന്തോഷം കണ്ടെത്തുക. അതിനെക്കുറിച്ച് ഓർത്ത് ഇത് എന്നും ഇത് ജോലിയാണല്ലോ എന്നൊക്കെ മനസ്സിൽ കാണുകയാണെങ്കിൽ നമുക്കും അതൊരു വിഷമമായി തീരും. പിന്നെ നമുക്ക് നമ്മളുടേതായ ഓരോ സന്തോഷങ്ങളൊക്കെ കണ്ടെത്തി അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുഴപ്പമില്ല. കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അങ്ങ് പോയേ പറ്റുള്ളല്ലോ. അങ്ങനെയൊക്കെ അങ്ങ് ജീവിക്കും. അപ്പോൾ ഞാൻ എന്തായാലും പയറും പാവയ്ക്കും കൂടെ അരിഞ്ഞെടുത്തു. ഇനി അതൊരു മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് ഞാൻ ചെന്നാൽ കുറച്ച് പെട്ടെന്ന് വീഡിയോയും കൂടെ എടുത്ത് അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാമെന്ന് കരുതി അങ്ങനെ എടുത്ത വീഡിയോ ആണ്. ഇതിപ്പം ഇന്ന് ഞങ്ങൾക്ക് പയറും പാവയ്ക്കും കൂടെ മെഴുക്കുവരട്ടി, സാമ്പാർ, മീൻ വറുത്തത്, ഇത്രയാണ് ഇന്നത്തെ ഉച്ചയൂണ്. ഊണൊക്കെ കഴിച്ച് സന്തോഷമായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, സന്തോഷത്തോടുകൂടി ആസ്വദിച്ച് നല്ല ജോലികളൊക്കെ ചെയ്യുക. എല്ലാം വിഷമിച്ചിരിക്കാതെ പെട്ടെന്ന് നമ്മളെ ജോലികളെല്ലാം ചെയ്ത് തീർക്കുക. എന്നിട്ട് അല്പസമയം നമുക്ക് വേണ്ടിയും നമ്മൾ ചിലവഴിക്കാൻ ശ്രമിക്കുക. നമ്മുടെ സന്തോഷങ്ങളൊക്കെ നമ്മളും കണ്ടെത്തി വീട്ടമ്മമാരാന്ന് പറഞ്ഞ് ഒതുങ്ങിക്കൂടാതെ നമുക്കുള്ള സന്തോഷത്തിന് വേണ്ടിയിട്ട് കൂടി അല്പസമയം നമ്മൾ കണ്ടെത്തുക. അത് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഉച്ചയൂണിനുള്ള തയ്യാറെടുപ്പൊക്കെ ചെയ്യുകയാണ്. നിങ്ങളും എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. എല്ലാവരുടെയും കമൻസൊക്കെ എഴുതണേ. ഇത് ഞാൻ കാണുന്ന വീഡിയോകളുടെ ഒന്നും കമൻസൊന്നും ആരും എഴുതാറില്ലല്ലോ. എല്ലാവരും കാണുന്നവരൊക്കെ പ്രത്യേകിച്ച് കമൻസും ലൈക്കും ഒക്കെ ചെയ്യണം കേട്ടോ. എങ്കിലല്ലേ എനിക്കൊരു പ്രോത്സാഹനമുള്ളൂ. ഓക്കെ, താങ്ക് യു, ബൈ. പാവയ്ക്കയും പയറും കൂടെ മെഴുക്കുവരട്ടിയൊക്കെ അരിഞ്ഞ് വെക്കുന്നത് വരെ കാണിച്ചുള്ളൂ. ഈ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് ഇടാമെന്ന് കരുതി എടുത്തതാണ്. പക്ഷേ അപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് അത് കാണിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ പാവയ്ക്കയും പയറും കൂടെയുള്ള മെഴുക്കുവരട്ടി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. നിർത്തുന്നു. ബൈ.